ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു പുതിയൊരു വീഡിയോ ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ മീൻ പീര ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൾ നെത്തോലി, ചെറിയ മീനല്ലേ നെത്തോലി ഒരു ചെറിയ മീനല്ല, ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ്. അതിൽ ഒരുപാട് കാൽസ്യം ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഫിഷാണ്. നമ്മൾ ഇന്നത് പീര ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ പണ്ട് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇത് ഉണ്ടാക്കിയിരുന്നു. ഇപ്പം ഇതൊക്കെ എടുക്കാനുള്ളൊക്കെ ബുദ്ധിമുട്ട് കാരണം പലരും ഇത് ചെയ്യുന്നുണ്ടോയെന്ന് വളരെ സംശയമാണ്. എങ്കിലും ഇന്ന് നമുക്ക് അത് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ ഫിഷ് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഏകദേശം ഒരു 1.5 കിലോ ഫിഷാണ്, ചൂടയാണ് വാങ്ങിയത്. അപ്പം ഞാനതിൻ്റെ ഹാഫ് എടുത്തിട്ടുള്ളൂ. ഇപ്പം ഒരു 750 ഗ്രാമോളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കിതിൻ്റെ തല ജസ്റ്റ് അതൊന്ന് പറിച്ചെടുത്ത് കളഞ്ഞാൽ മതി. വളരെ ചെറിയ ചൂടയായതുകൊണ്ട് നമുക്കതിന് വാല് കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ തല നമ്മൾ വലിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കുടലടക്കം ഇനി പോരും. അത് നമ്മൾ ക്ലീൻ ചെയ്യാം. നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു. ഏകദേശം ഹാഫ് ആൻ അവർ എടുത്ത് ഞാനത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് ഓൾറെഡി ഇനി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒന്ന് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് തേച്ച് അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് കളയണം. അപ്പോൾ അതിനെ അല്പം ഉപ്പിട്ടിട്ട് അതൊന്ന് ഉരച്ച് എടുക്കാൻ പോവാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്താൽ അതിൻ്റെ ആ കുറച്ച് അഴുക്കൊക്കെ അങ്ങ് പോയി കിട്ടും. നല്ലതായിട്ട് അതൊന്ന് തേച്ച് ചട്ടിയിലിട്ട് അതൊന്ന് തേച്ചെടുക്കാമെങ്കിൽ നല്ല ഇതായിട്ട് കിട്ടും, നമുക്കത് നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ നമുക്കത് ഒന്ന് നല്ലവണ്ണം തേച്ചെടുക്കാം. ഇനി അത് വെള്ളം ഒഴിച്ച് ഒരു 5-6 വെള്ളത്തിലെങ്കിലും നമ്മളിത് കഴുകിയെടുക്കണം. കാരണം ഇത് ഈ മണ്ണൊക്കെ നല്ലപോലെ, കടലിലെ ആ മണലൊക്കെ ഇഷ്ടംപോലെ ഇതിനകത്തുണ്ട്. നമുക്കത് നല്ലവണ്ണം അത് ഒരു 5-6 പ്രാവശ്യം, ഞാനൊരു ഏകദേശം 6 ടൈംസ് ഇവിടെ അത് 6 പ്രാവശ്യമോളം കഴുകിയിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി നമ്മൾ എടുക്കണം. ഇല്ലെങ്കിൽ ആ മണലെല്ലാം കുറേ അതിനകത്തുണ്ടാവും. അപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യമൊന്നും കഴുകിയിട്ട് കാര്യമില്ല. ഇനി നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങൾ, ഞാനിപ്പം ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മല്ലിപ്പൊടി നമ്മളൊരു 2 സ്പൂൺ ചേർക്കണം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കണം. 1/4 ടീസ്പൂൺ ചേർത്താലും കുഴപ്പമില്ല. മഞ്ഞൾ എത്ര ഇടുന്നത് നല്ലതാണ്. പിന്നെ വെളിച്ചെണ്ണ, തേങ്ങാ പീര, അതുപോലെ ഗാർലിക്ക്, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു മുഴുത്ത കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 8-10 ഗ്രീൻ ചില്ലി, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുളി, കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പ്. ഇത്രയും സാധനമാണ് നമ്മളിതിന് ആവശ്യമായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. ഇനി നമ്മൾക്കിത് മിക്സ് ചെയ്യാം. നമ്മൾ ജിഞ്ചർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചട്ടിയിലേക്ക് നമ്മളിത് ശരിക്കും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ജിഞ്ചർ ഇട്ട് കൊടുത്ത് നമ്മൾ ഇനി ഗാർലിക്ക് ഒരു കുടം ഗാർലിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടുള്ള ഗാർലിക്ക് ഇട്ട് കൊടുത്തു. ഗ്രീൻ ചില്ലി, പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ ഇട്ട് കൊടുത്തു. ശരിക്കും നമ്മൾ ഇതിൻ്റെ ക്ലീനിങ് മാത്രമേ നമുക്ക് ഇച്ചിരി ടൈം എടുക്കുന്നുള്ളൂ. ബാക്കി നമ്മളിതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഓണിയൻസ്, ചെറിയ ഉള്ളി നമ്മൾ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തു.
ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നമ്മുടെ തേങ്ങാപ്പീര ഒരു തേങ്ങയുടെ ഫുള്ള് തേങ്ങ ഞാൻ ഇടുന്നുണ്ട്. അത് ഫുള്ളായിട്ട് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഓക്കെ, അത് മാത്രം മതി. പാത്രം മുഴുവനായിട്ട് എടുത്തുകൊണ്ട് ഫുള്ളായിട്ട് വേണ്ട. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. കാരണം മീനിനകത്ത് നമുക്ക് വെള്ളം ഇറങ്ങും. അതൊന്ന് വെന്ത് വറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ആവശ്യത്തിന് ചേർത്തു. ഇനി നമ്മുടെ കുടംപുളി നമ്മൾ വെള്ളത്തെ ഓൾറെഡി ഇട്ട് അതിനെ അലിഞ്ഞിരിപ്പുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല നമ്മുടെ വീട്ടിലുണ്ടായ കുടംപുളിയായത്. അതുകൊണ്ട് അത് നല്ല പുളിയായ കാരണം 2 കഷ്ണം ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ പുളി ഓവറാവും. ഇനി നമ്മൾ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് അവനെ അടുപ്പത്തോട്ട് കയറ്റാം. ഗ്യാസ് കത്തിച്ചു, സ്റ്റൗവിൽ നമ്മളിത് വെച്ചു, ചട്ടി വയ്ക്കാം നമുക്ക്. ഇനി കറിവേപ്പില നമുക്ക് അങ്ങിട്ട് കൊടുത്തേക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ തണ്ട് നമുക്ക് അതിനകത്തോട്ട് അങ്ങിടാം. ഓക്കെ, ഇനി അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒന്ന് നല്ലോണം ബോയിൽ ചെയ്യുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഒരു 2 to 3 മിനിറ്റ്സ് കൊണ്ട് നമുക്കത് ഒന്ന് ബോയിലായി കിട്ടും. പിന്നീട് നമ്മൾ അതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കണം. ഒന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം ഒന്ന് ബോയിലായി കഴിയുമ്പോൾ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുത്താൽ പിന്നീട് അത് തന്നെ ഇരുന്നിട്ട് അങ്ങനെ വറ്റിക്കൊള്ളും. ഓക്കെ, ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഒരല്പം വെളിച്ചെണ്ണയും കൂടെ, പച്ച വെളിച്ചെണ്ണ ഒരല്പം ഒഴിച്ച് കൊടുക്കണം. അടിക്കൊന്നും പിടിക്കാതിരിക്കും. അന്നേരം ചട്ടിയിൽ അടിക്ക് പിടിക്കാതിരിക്കും. പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒരു 2 സ്പൂണ് മതിയാവും. പിന്നെ അവസാനം നമുക്ക് ഇച്ചിരി ചേർക്കണം. ഓക്കെ, ഇനി അത് അടച്ച് വയ്ക്കുക. ഒരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മളിത് ഒന്ന് തുറന്ന് നോക്കിയാൽ നമ്മളത് വറ്റി നല്ല കറക്റ്റായിട്ട് അത് വറ്റി വന്നിട്ടുണ്ട്. അല്പം കൂടെ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ മീൻപീര റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലയും അതിൻ്റെ പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ നീരൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. കുടംപുളിയുടെ ആ ഒരു ടേസ്റ്റും ഇതിനി ഒരു ടുമോറോ ഒക്കെ ആകുമ്പോഴത്തേന് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആവും. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതെങ്ങനെ ഉണ്ടാകും. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നെത്തോലി ഒരു ചെറിയ മീനല്ല, ഇറ്റ്സ് വെരി ടേസ്റ്റി. അപ്പോൾ നമ്മുടെ മീൻപീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ടേസ്റ്റ് നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എടുക്കാനൊക്കെ ഇച്ചിരി ടൈം എടുത്ത് അത് പ്രിപ്പയറൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അത് മാത്രമല്ല നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ അമർത്തി അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. ഓക്കെ, താങ്ക് യു ഫോർ എവ്രി വൺ ടു വാച്ച് അവർ വീഡിയോ.
താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു.